ഹായ് ഹലോ മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ മക്കളുടെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ യൂണിറ്റ് ആണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത്. ഏർലി സ്റ്റേറ്റ്സ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. നമ്മളുടെ ആദ്യകാല രാഷ്ട്രങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ ചാപ്റ്ററാണ് കേട്ടോ ഇത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. 6ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് കിട്ടണമെങ്കിൽ നിങ്ങൾ STD6 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. The children of Thingalmede Government School are very happy. Everyone has reached the conference hall to watch the ബ്രോഡ്കാസ്റ്റ് ഓഫ് ദ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം. അപ്പോൾ തിങ്കൾമേട് ഗവൺമെൻറ് സ്കൂളിൽ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം നടക്കുകയാണ്. അത് കാണാനായിട്ട് എല്ലാവരും കോൺഫറൻസ് ഹാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കൺട്രീസിനെ പ്രതിനിധീകരിച്ച് ഓരോ കുട്ടികൾ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് എന്നൊക്കെയാണ് കേട്ടോ ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആ പിക്ചറിൽ തന്നെ കാണാം ഗ്രീസ്, ഇറാൻ, ഇറ്റലി, ഇന്ത്യ. ഈ 4 ഏർലി സ്റ്റേറ്റ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. The headmaster began to speak. ഇനി ഹെഡ്മാസ്റ്റർ സംസാരിച്ച് തുടങ്ങുകയാണ് കേട്ടോ. Dear children, have you heard about cultural exchange program? These programs help us understand the history and culture of different countries and region. അപ്പോൾ ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വ്യത്യസ്ത കൺട്രീസിനെയും റീജിയൻസിനെയും ഒക്കെ കുറിച്ചിട്ടുള്ള അവരുടെ കൾച്ചറിനെയും അവരുടെ ഹിസ്റ്ററിയെയും ചരിത്രത്തെയും ഒക്കെ കുറിച്ച് പറയുന്ന പ്രോഗ്രാമാണ് ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. എവ്രി ഇയർ സച്ച് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് are organized, bringing together students representatives from various countries. അപ്പോൾ എല്ലാ വർഷവും ആ പ്രോഗ്രാം നടത്താറുണ്ട്. ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓരോ കുട്ടികളെ റെപ്രസെൻ്റ് ചെയ്താണ് ഈ പ്രോഗ്രാം നടത്താറുള്ളത്. ദിസ് ഇയർ സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ഗ്രീസ്, ഇറാൻ ആൻഡ് ഇറ്റലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ പ്രോഗ്രാംസ് ഓർഗനൈസ്ഡ് ബൈ ഇന്ത്യ. ഈ വർഷം ഇന്ത്യ സംഘടിപ്പിക്കുന്ന ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ഗ്രീസിനെയും ഇറാനെയും ഇറ്റലിയെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് കുട്ടികൾ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. Each representative shared the history and culture of their representative country. Let's explore them. അപ്പോൾ ഓരോ കുട്ടികളും അവരുടെ കൺട്രീസിനെ കുറിച്ച് എന്തൊക്കെയാണ്, അവരുടെ ഹിസ്റ്ററി എന്താണ്, അവരുടെ കൾച്ചർ എന്താണ് തുടങ്ങിയിട്ടുള്ള പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മോട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. Athena from Greece shared the details of her home country by displaying the Olympic symbol. അപ്പോൾ ഗ്രീസിൽ നിന്നുള്ള അഥീന, അതായത് ഗ്രീസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള അഥീന ഒളിമ്പിക് സിംബൽ കാണിച്ചുകൊണ്ടാണ് ഗ്രീസിനെ കുറിച്ച് പറയാനായിട്ട് തുടങ്ങിയത്. ഫ്രണ്ട്സ്, ആർ യു ഫെമിലിയർ വിത്ത് ദ സിംബൽ? The Olympics, in which the whole world enthusiastically participates today, originated in ancient Greece. അപ്പോൾ പുരാതന ഗ്രീസിലാണ് ഇന്ന് നമ്മൾ ആഘോഷപൂർവ്വമായിട്ട് ആഘോഷിക്കുന്ന ഒളിമ്പിക്സിൻ്റെ തുടക്കം. The democracy that originated in the Greek city-state of Athens is our greatest contribution to the world. അപ്പോൾ ഗ്രീക്കിലുണ്ടായിരുന്ന ഏതൻസിലാണ് ഡെമോക്രസി ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ജനാധിപത്യം തുടങ്ങിയിട്ടുള്ളത് ഏതൻസിലായിരുന്നു. അതാണ് നമ്മുടെ വേൾഡിൽ നിന്നും വേൾഡിലേക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ളത് ഈ ഡെമോക്രസി എന്നുള്ള കൺസെപ്റ്റാണ്. ഗ്രീസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് ഈസ്റ്റ് യൂറോപ്പ്. ഗ്രീസ് എവിടെയാണ്? സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൈ കൺട്രി ഈസ് റിച്ച് ഇൻ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് സച്ച് ആസ് ഐസൊലേറ്റഡ് വാലീസ് ലൊക്കേറ്റഡ് ഹൈ അബവ് ദ സീ ലെവൽസ്, ഹിൽസ് ആൻഡ് സ്മോൾ മൗണ്ടൻസ്. അപ്പോൾ ഗ്രീസിൽ വേറെ എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്? നേച്ചറായിട്ട് എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്? കടലിൽ നിന്ന് ഒരുപാട് ഉയരത്തിൽ ലൊക്കേറ്റ് ചെയ്യുന്ന താഴ്വരകളും അതുപോലെ കുന്നുകളും പിന്നെ ചെറിയ ചെറിയ മൗണ്ടെയ്ൻസും ഒക്കെ ഗ്രീസിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാവുന്നതാണ്. You have listened to Athena's description. What are the details you have got from it? അപ്പോൾ അഥീനയുടെ ഈ ഡീറ്റെയിൽസ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഗ്രീസിനെ കുറിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ മനസ്സിലായത്? ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഒളിമ്പിക് സ്റ്റാർട്ടഡ് ഇൻ ഏൻഷ്യൻറ്റ് ഗ്രീസ്. പുരാതന ഗ്രീസിലാണ് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ്, ഡെമോക്രസി ഒറിജിനേറ്റഡ് ഇൻ ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ഓഫ് ഏതൻസ്. അപ്പോൾ ഗ്രീക്ക് സിറ്റി ആയിട്ടുള്ള ഏതൻസിലാണ് ഡെമോക്രസിയുടെ തുടക്കം എന്ന് പറയുന്നത്. ഗ്രീസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പ്. സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിലാണ് ഗ്രീസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഗ്രീസ് ഈസ് റിച്ച് ഇൻ ഡൈവേഴ്സ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സും ഉണ്ട്, സമ്പന്നമാണ് ഗ്രീസ്. ലെറ്റ്സ് എക്സ്പ്ലോർ മോർ അബൌട്ട് ഏൻഷ്യൻറ്റ് ഗ്രീസ്. അപ്പോൾ പുരാതന ഗ്രീസിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാം. ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ്.
ഇൻ ഏൻഷ്യൻ ഗ്രീസ് വില്ലേജസ് വേർ ദ മെയിൻ സെറ്റിൽമെൻറ്റ്സ്. പുരാതന ഗ്രീസിൽ ഏറ്റവും വലിയ പ്രധാനമായിട്ട് എങ്ങനെയായിരുന്നു? വില്ലേജുകളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആസ് അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ഡെവലപ്ഡ് സിറ്റീസ് വേർ ഫോംഡ്. അങ്ങനെ കൃഷിയും അതുപോലെ വ്യാപാരവും ഒക്കെ ഉണ്ടായതോടു കൂടിയിട്ട് വില്ലേജുകളൊക്കെ എന്തായിട്ട് മാറി? സിറ്റി ആയിട്ട് മാറി. ഇവൻച്വലി എ സിറ്റി ആൻഡ് എ നമ്പർ ഓഫ് സറൗണ്ടിങ് വില്ലേജസ് കെയിം ടുഗെദർ ആൻഡ് ബിഗാൻ ടു ട്രാൻസ്ഫോം ഇൻ ടു സിറ്റി സ്റ്റേറ്റ്സ്. ഇങ്ങനെ കാലക്രമേണ ഒരു നഗരവും അതിനു ചുറ്റുമുള്ള ഗ്രാമങ്ങളും കൂടി ചേർന്നിട്ട് നഗരരാഷ്ട്രങ്ങളായിട്ട് രൂപപ്പെടാനായിട്ട് തുടങ്ങി. ദിസ് സിറ്റി സ്റ്റേറ്റ്സ് വർ നോൺ ആസ് പോളിസ്. ഈ നഗരരാഷ്ട്രങ്ങളെ പോളിസ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എക്സാമിൻ മാപ്പ് 2.1. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ മേജർ സിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഏൻഷ്യൻ ഗ്രീസ്. അപ്പോൾ മാപ്പ് 2.1 ഒന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യ പുരാതന ഗ്രീസിൽ നിലനിന്നിരുന്ന മേജർ സിറ്റീസ് ഏതൊക്കെയാണെന്നൊന്ന് കണ്ടെത്തണം കേട്ടോ. ഇതാണ് മാപ്പ് 2.1. അതിൽ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് മേജർ സിറ്റി സ്റ്റേറ്റ്സ് എന്ന്. തീപ്സ്, കൊറിന്ത്, ഏതൻസ്, സ്പാർട്ട എന്നീ 4 മേജർ സിറ്റി സ്റ്റേറ്റ്സ് ആയിരുന്നു പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നത്. Seas or high mountains separated these city states of ancient Greece from each other. ഈ ഓരോ സ്റ്റേറ്റ്സിനെയും ഈ ഓരോ സിറ്റി സ്റ്റേറ്റ്സിനെയും പരസ്പരമായിട്ട് വിഭജിച്ചിരുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിരുന്നത് വലിയ കടലുകളോ മലകളോ ഒക്കെ ആയിരുന്നു. സോ ഈച്ച് സിറ്റി സ്റ്റേറ്റ്സ് വാസ് ഐസൊലേറ്റഡ്. അതുകൊണ്ട് തന്നെ ഓരോ സിറ്റി സ്റ്റേറ്റ്സും എന്തായിരുന്നു? ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു. Because of this, a uniform administrative system was absent in ancient Greece. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായിരുന്നില്ല? ഒരു പൊതുഭരണ സംവിധാനം ഉണ്ടായിരുന്നില്ല. ഏതൻസ് ആൻഡ് സ്പാർട്ട വർ ദ മേജർ സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഗ്രീസ്. ഏൻഷ്യൻ ഗ്രീസിലെ പ്രധാനപ്പെട്ട സിറ്റി സ്റ്റേറ്റ്സ് ഏതൻസും സ്പാർട്ടയും ആയിരുന്നു. നമുക്ക് ഏതൻസിനെയും സ്പാർട്ടയും കുറിച്ച് നോക്കാം. ആദ്യം ഏതൻസിനെ കുറിച്ച് നോക്കാം. ഹൗ ഡു യു ചൂസ് യുവർ ക്ലാസ് ലീഡർ ആൻഡ് സ്കൂൾ ലീഡർ? നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ലീഡറെയോ സ്കൂൾ ലീഡറെയോ ഒക്കെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ത്രൂ കളക്റ്റീവ് ഡിവിഷൻ ഓർ വോട്ടിംഗ് അല്ലേ? കളക്റ്റീവ് ഡിവിഷൻ വഴി അല്ലെങ്കിൽ വോട്ട് ചെയ്തിട്ടോ ആണ് തിരഞ്ഞെടുക്കാറ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സിസ്റ്റം ബൈ വിച്ച് ദ പീപ്പിൾ ഇലക്ട് ദെയർ റൂളേഴ്സ് ഇൻ ദിസ് വേ? ഇത്തരത്തിൽ ഈ രീതിക്ക് ജനങ്ങൾ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന എന്താ പറയുക സിസ്റ്റത്തിന് വിളിക്കുന്ന പേരെന്താണ് മക്കളെ? ഡെമോക്രസി എന്നാണ് അല്ലേ? ജനാധിപത്യം, ഡെമോക്രസി എന്നാണ്. ദ ഇനീഷ്യൽ ഫോം ഓഫ് ഡെമോക്രസി ഒറിജിനേറ്റഡ് ഇൻ ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഏതൻസ്. പുരാതന ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ആയിട്ടുള്ള ഏതൻസിലാണ് ഡെമോക്രസി ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്തത്. All men having citizenship in Athens participated in electing rulers and making laws. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിറ്റിസൺഷിപ്പ് ഉള്ള അതായത് പൗരത്വമുള്ള എല്ലാവർക്കും ഇത്തരത്തിൽ എലക്ട് ചെയ്ത് എന്താണ് ഭരണാധികാരികളെ വോട്ട് ചെയ്തിട്ട് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നിയമം ഉണ്ടായിരുന്നു. വിമൻസ്, സ്ലേവ്സ് ആൻഡ് ഫോറിനേഴ്സ് ഡിഡ് നോട്ട് ഹാവ് സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ്. അപ്പോൾ എല്ലാവർക്കും അവിടുത്തെ സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ് കിട്ടുമായിരുന്നില്ല. സ്ത്രീകൾക്കും അതുപോലെ അടിമകൾക്കും പിന്നെ ഫോറിനേഴ്സ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന വിദേശികൾക്കൊന്നും സിറ്റിസൺഷിപ്പ് കിട്ടിയിരുന്നില്ല. It was during the time of Pericles that democracy began to expand in Athens. പെരിക്ലസിൻ്റെ കാലത്താണ് ഏതൻസിൽ ഡെമോക്രസി കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. The political body of Athens was known as the Assembly. ഏതൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. നൗ ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് അതർ ഫീച്ചേഴ്സ് ഓഫ് ഏതൻസ്. ഇനി നമുക്ക് ഏതൻസിലെ മറ്റ് ചില ഫീച്ചേഴ്സ് കൂടെ നോക്കാം. എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ആർട്ട് ആൻഡ് കൾച്ചർ. കലയ്ക്കും സംസ്കാരത്തിനും പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ സിസ്റ്റമായിരുന്നു ഏതൻസിൽ ഉണ്ടായിരുന്നത്. 2 years ഓഫ് കമ്പൾസറി മിലിറ്ററി സർവീസ് ഫോർ ബോയ്സ്. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത മിലിറ്ററി സർവീസ് വേണമായിരുന്നു. സ്ട്രോങ് നേവി ആൻഡ് മിലിറ്ററി. ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ഏതൻസിൽ നിലനിന്നിരുന്നു. ദ സിറ്റിസൺസ് ഓഫ് ഏതൻസ്. ഇനി ഏതൻസിലെ സിറ്റിസൺസ് ആരൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. നോട്ട് എവ്രി വൺ വാസ് കൺസിഡേർഡ് എ സിറ്റിസൺ ഇൻ ഏതൻസ്. എല്ലാവരെയും ഏതൻസിലെ പൗരന്മാരായിട്ട് സിറ്റിസൺസ് ആയിട്ട് പരിഗണിച്ചിരുന്നില്ല. ടു ഗെറ്റ് സിറ്റിസൺഷിപ്പ് ദർ വാസ് കണ്ടീഷൻ സച്ച് ആസ് എ പേഴ്സൺ ഹാഡ് ടു ബി എ ഫ്രീ മാൻ ആൻഡ് ഹാവ് ബോത്ത് പാരൻസ് ആസ് ഏത്തീനിയൻസ്. അപ്പോൾ എന്തായിരുന്നു ഉണ്ടായിരുന്ന കണ്ടീഷൻ? സിറ്റിസൺ ആവണമെങ്കിൽ ഉണ്ടായിരുന്ന കണ്ടീഷൻ അവിടെയുള്ള ഒരു ആണിന് പുരുഷൻ എങ്ങനെയായിരിക്കണം? ഫ്രീ മാൻ ആയിരിക്കണം, അതായത് സ്വതന്ത്രനും പിന്നെ പാരൻസ് ഏതൻസിലുള്ള ആളുകളും ആണെങ്കിൽ മാത്രമേ അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുമായിരുന്നുള്ളൂ. ഇനി ആരായിരുന്നു പെരിക്ലിസ് എന്ന് നോക്കാം. ഇറ്റ് വാസ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് പെരിക്ലിസ്, വൺ ഓഫ് ഏതൻസ് മോസ്റ്റ് പവർഫുൾ റൂളേഴ്സ്, ദാറ്റ് ഏതൻസ് അച്ചീവ്ഡ് എ പ്രോമിനന്റ് സ്റ്റാറ്റസ് എമംഗ് ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ്. ഏതൻസിലെ ശക്തമായൊരു ഭരണാധികാരിയായിരുന്നു പെരിക്ലിസ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഏതൻസിൽ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സിനിടയിൽ പ്രബലമായിട്ടുള്ള പല മാറ്റങ്ങളും നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നേട്ടങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിച്ചത്.
Pericles maintained the idea that power should be shared among all citizens rather than being concentrated in a single individual. അധികാരം ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാവരിലേക്കും തുല്യമായിട്ടുള്ള പങ്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം എന്നതായിരുന്നു പെരിക്ലിസിന്റെ ആശയം എന്നുള്ളത് കേട്ടോ. ഇനി നമുക്ക് സ്പാർട്ടയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അൺലൈക്ക് ഏതൻസ്, സ്പാർട്ട ഹാഡ് ആൻ അരിസ്റ്റോക്രാറ്റിക് റൂൾ. അപ്പോൾ ഏതൻസിനെ പോലെ ആയിരുന്നില്ല സ്പാർട്ട. ഏതൻസിൽ ഡെമോക്രസി അഥവാ ജനാധിപത്യമാണെങ്കിൽ സ്പാർട്ടയിൽ പ്രഭുഭരണമായിരുന്നു. ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സ്പാർട്ട എംഫസൈസ്ഡ് ട്രഡീഷണൽ വാല്യൂസ് ആൻഡ് മിലിറ്ററി ട്രെയിനിങ്. പരമ്പരാഗത മൂല്യങ്ങൾക്കും അതുപോലെ മിലിറ്ററി ട്രെയിനിങ്ങിനും ഒക്കെ പ്രാധാന്യം നൽകുന്നതായിരുന്നു സ്പാർട്ടയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇൻ സ്പാർട്ട ബോയ്സ് were required to serve in the military for 23 years. സ്പാർട്ടയിൽ 23 വർഷമായിരുന്നു ആൺകുട്ടികൾക്ക് മിലിറ്ററി സർവീസ് നിർബന്ധമാക്കിയിരുന്നത്. ഏതൻസിൽ 2 years മാത്രമുള്ളായിരുന്നു, സ്പാർട്ടയിൽ 23 years ആയിരുന്നു കേട്ടോ. പ്രസന്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏതൻസ് ആൻഡ് സ്പാർട്ട ഇൻ ഡയലോഗ്സ് ഫോം. ഇവിടെ നമുക്ക് താഴെ ഒരു ചെറിയ കോളം തന്നിട്ടുണ്ട്. അവിടെ ഏതൻസിൻ്റെയും സ്പാർട്ടയുടെയും ചെറിയൊരു പ്രത്യേകത കോൺവെർസേഷനായിട്ട് അവതരിപ്പിക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ലേഡി പറയുന്നത് നോക്കൂ, പെൺകുട്ടി പറയുന്നത് നോക്കൂ. ഏതൻസിനെ കുറിച്ചാണ് പറയുന്നത്. അവർ കൺട്രി ഈസ് നോൺ ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ഡെമോക്രസി. ഞങ്ങളുടെ നാട് ഡെമോക്രസിയുടെ ബർത്ത് പ്ലേസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്പാർട്ടയെക്കുറിച്ച് നമുക്ക് എന്ത് പറയാം? അവർ കൺട്രി ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് ദ മിലിറ്ററി സർവീസ്. മിലിറ്ററി സർവീസിൻ്റെ ലാൻഡ് എന്നാണ് ഞങ്ങളുടെ കൺട്രി അറിയപ്പെടുന്നത്. ദ പേർഷ്യൻ എംപയർ വിച്ച് വാസ് ഹോസ്റ്റൈൽ ടു ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് വാസ് ഇൻവേഡഡ് ആൻഡ് കോൺകേർഡ് ബൈ എ കമ്പൈൻഡ് ആർമി ഓഫ് ഏതൻസ് ആൻഡ് സ്പാർട്ട. അങ്ങനെ എനിക്ക് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സുമായിട്ട് ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ, പേർഷ്യൻ എംപയറിനെ ഏതൻസും സ്പാർട്ടയും കൂടെ പൊരുതി തോൽപ്പിച്ചു. ദിസ് വാസ് ആർ നോൺ ആസ് ദ ഗ്രീക്കോ പേർഷ്യൻ വാർസ്. ഈ യുദ്ധം ഗ്രീക്കോ പേർഷ്യൻ വാർസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബട്ട് ലേറ്റർ സ്പാർട്ട വിച്ച് ബിക്കെയിം ഹോസ്റ്റൈൽ ടു ഏതൻസ്. പക്ഷേ പിൽക്കാലത്ത് സ്പാർട്ടയും ഏതൻസും തമ്മിൽ ശത്രുക്കളായി. ഫോംഡ് എൻ അലിയൻസ് വിത്ത് സർട്ടൻ സിറ്റി സ്റ്റേറ്റ്സ് ആൻഡ് വേജ്ഡ് വാർ അഗെയിൻസ്റ്റ് ഏതൻസ്. അങ്ങനെ അവർ തമ്മിലൊരു യുദ്ധം തന്നെ നടന്നു. ഇൻ ദിസ് വാർ നോൺ ആസ് ദ പെളപ്പനേഷ്യൻ വാർ സ്പാർട്ട എമേർജ്ഡ് വിക്ടോറിയസ്. ഈ യുദ്ധത്തിൽ സ്പാർട്ടയാണ് വിജയിച്ചത്. ഈ യുദ്ധം പെളപ്പനേഷ്യൻ വാർ എന്നുള്ള പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. മാരത്തോൺ റേസ്. ഡ്യൂറിംഗ് ദ ഗ്രീക്കോ പേർഷ്യൻ വാർ ദ ഗ്രീക്സ് ആൻഡ് ദ പേർഷ്യൻസ് ഫോട്ട് അറ്റ് മാരത്തോൺ. ഗ്രീക്കോ പേർഷ്യൻ വാറിൽ വെച്ചിട്ട് ഗ്രീക്കും പേർഷ്യനും തമ്മിൽ മാരത്തൺ എന്ന് പറയുന്ന പ്ലേസിൽ വെച്ചിട്ട് ഏറ്റുമുട്ടി. ലൊക്കേറ്റഡ് അബൌട്ട് 26 മൈൽ ഫ്രം ഏതൻസ്. ഏതൻസിൽ നിന്ന് ഏകദേശം 26 മൈൽ അകലെയായിരുന്നു ഈ മാരത്തോൺ എന്ന് പറയുന്ന സ്ഥലമുണ്ടായിരുന്നത്. ദ ഗ്രീക്സ് എമേർജ്ഡ് വിക്ടോറിയസ് ഇൻ ദിസ് ബാറ്റിൽ. ഈ യുദ്ധത്തിൽ ഗ്രീക്കുകാരായിരുന്നു വിജയം കൈവരിച്ചത്. എ മെസ്സഞ്ചർ വാസ് സെൻഡ് ടു ഏതൻസ് ടു ഡെലിവർ ദ ന്യൂസ് ഓഫ് ദെയർ ട്രയംഫ്. അപ്പോൾ അവിടെ നിന്ന് തൻ്റെ വിജയ വാർത്ത ഏതൻസിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മെസ്സഞ്ചർ അയച്ചു. ആഫ്റ്റർ റണ്ണിങ് ദ എൻറ്റയർ ഡിസ്റ്റൻസ് ഹി ജോയ്ഫുള്ളി ഷൗട്ടഡ് റീജോയ്സ് വി ഹാവ് വൺ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? മാരത്തോണിൽ നിന്ന് ഏതൻസിലേക്ക് ഏകദേശം 26 മൈൽസിലേറെ ദൂരം ഓടിയിട്ട് എന്ത് പറഞ്ഞു? ഓടിയിട്ട് അവിടെ പോയിട്ട് അവർ സന്തോഷ വാർത്ത അറിയിച്ചു. സന്തോഷിക്കൂ, നമ്മൾ വിജയിച്ചു എന്നറിയിച്ചു. ആസ് ഹി റാൻ എ വെരി ലോങ് ഡിസ്റ്റൻസ് ഹി ഡൈഡ് ഇമ്മീഡിയറ്റ്ലി. പക്ഷേ ഇത്ര ദൂരം ഓടിയത് കൊണ്ട് തന്നെ അത് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. ഇൻ മെമ്മറി ഓഫ് ദിസ് ഇവന്റ് ദ ലോങ് ഡിസ്റ്റൻസ് റേസ് കെയിം ടു ബി നോൺ ആസ് ദ മാരത്തോൺ റേസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഇത്തരത്തിലുള്ള ലോങ് ഡിസ്റ്റൻസ് റേസുകളെ നമ്മൾ ദീർഘദൂരമുള്ള റേസുകളെ നമ്മൾ മാരത്തോൺ റേസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അത് മാരത്തോൺ റേസിൻ്റെ പേരിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഹെറഡോട്ടസും അതുപോലെ ത്യൂസിസൈഡ്സും ആരൊക്കെയാണെന്ന് നോക്കാം. ദ ഹിസ്റ്ററീസ് ഈസ് എ ഫേമസ് വർക്ക് ബേസ്ഡ് ഓൺ ദ ഗ്രീക്കോ പേർഷ്യൻ വാർസ്. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധത്തെ ആസ്പദമാക്കിയിട്ട് എഴുതിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ദ ഹിസ്റ്ററീസ് എന്നുള്ളത് കേട്ടോ. ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ വർക്ക് ഇൻ ദ വേൾഡ്. അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ ബുക്കാണ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ ഹെറഡോട്ടസ് ഹു ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി. അത് എഴുതിയിട്ടുള്ളത് ഹെറഡോട്ടസ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹം ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നാണ് അറിയപ്പെടുന്നത്. The Peloponnesian War between Sparta and Athens was recorded by the historian Thucydides. മറ്റൊരു ചരിത്രകാരനായിട്ടുള്ള തൂസിഡൈറ്റ്സ് ആണ് പെളപ്പൊനേഷ്യൻ വാർ, അതായത് സ്പാർട്ടയും ഏതൻസും തമ്മിലുള്ള വാർ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. ദ നെയിം ഓഫ് ദിസ് വർക്ക് ഈസ് ഹിസ്റ്ററി ഓഫ് ദ പെളപ്പൊനേഷ്യൻ വാർ. അപ്പോൾ ആ ബുക്കിൻ്റെ പേരെന്താണ്? ദ ഹിസ്റ്ററി ഓഫ് ദ പെളപ്പൊനേഷ്യൻ വാർ എന്നാണ് കേട്ടോ. Details about ancient Greek culture are obtained from Homer's epic poems, the Iliad and the Odyssey.
ഇപ്പോൾ ഹോമേഴ്സ് എഴുതിയിട്ടുള്ള 2 ഫേമസ് ആയിട്ടുള്ള പോയംസ് ആണ് ഇലിയഡും ഒഡീസിയും. ഈ പുസ്തകങ്ങളിൽ നിന്നാണ് നമുക്ക് ഏൻഷ്യൻ ഗ്രീക്കുകാരുടെ കൾച്ചറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ വിവരങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. ദ ഇലിയഡ്. ഇനി ഇലിയഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ദ ഇലിയഡ് ഈസ് ദ സ്റ്റോറി ഓഫ് ദ വാർ വേജ്ഡ് ബൈ ദ ഗ്രീക്സ് അഗെയിൻസ്റ്റ് ദ സിറ്റി ഓഫ് ട്രോയ്. ഗ്രീക്കുകാരും ട്രോയ് എന്നൊരു നഗരവും തമ്മിൽ നടന്ന യുദ്ധത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇലിയഡ് എന്നുള്ള സ്റ്റോറി രചിച്ചിട്ടുള്ളത്. ദ ഗ്രീക്ക് ആർമി കുഡ് നോട്ട് വിൻ ഈവൺ ആഫ്റ്റർ വാർസ് ദാറ്റ് ലാസ്റ്റ് ഓഫ് 4 years. വർഷങ്ങൾ നീണ്ടു നിന്നിട്ടുള്ള ഈ യുദ്ധത്തിൽ ഗ്രീക്കിലെ സൈന്യത്തിന് ഈ ട്രോയ് എന്നുള്ള നഗരവുമായിട്ട് ജയിക്കാനായിട്ട് സാധിച്ചില്ല. ദ ബിൽറ്റ് എ ലാർജ് വുഡൻ ഹോഴ്സ്. അതിന് പകരമായിട്ട് അവരെന്ത് ഒരു വലിയ മരത്തടി കൊണ്ട് വലിയൊരു കുതിരയെ ഉണ്ടാക്കി. ദ ബെസ്റ്റ് ഗ്രീക്ക് വാരിയേഴ്സ് വർ മെയ്ഡ് ടു ഹൈഡ് ഇൻസൈഡ് ദ ഹോഴ്സ്. എന്നിട്ടോ ഈ കുതിരയുടെ ഉള്ളിൽ, അതായത് ഈ മരത്തടിയുടെ ഈ മരക്കുതിരയുടെ ഉള്ളിൽ അവരുടെ ഗ്രീക്കിലുള്ള ഏറ്റവും നല്ല സോൾജിയേഴ്സിനെ അവർ ഒളിപ്പിച്ചു വെച്ചു. ആൻഡ് ഇറ്റ് വാസ് ലെഫ്റ്റ് ഓൺ ദ വേ ടു ട്രോയ് സിറ്റി. എന്നിട്ടോ അത് ട്രോയ് സിറ്റിയിലേക്കുള്ള വഴിയിൽ അവർ ഉപേക്ഷിച്ചു. ദ റെസ്റ്റ് ഓഫ് ദ ആർമി റിട്രീറ്റഡ് ദ ട്രോജൻസ്. എന്നിട്ട് അവർ ബാക്കിയുള്ള ഭടന്മാരൊക്കെ യുദ്ധം തോൽക്കും എന്നായപ്പോൾ പിന്തിരിയാനായിട്ട് തുടങ്ങി. ദ ട്രോജൻസ് ബിലീവ്ഡ് ദ വുഡൻ ഹോഴ്സ് ടു ബി എ ഗിഫ്റ്റ് ഫ്രം ദ ഗ്രീക്ക് ഹു അക്സെപ്റ്റഡ് ഡിഫീറ്റ്. അപ്പോൾ ഈ ട്രോജൻകാർ, അതായത് ട്രോയ് പട്ടണത്തിലുള്ള ആളുകൾ എന്ത് വിചാരിച്ചു, ഈ വുഡൻ ഹോഴ്സ് അവർ പരാജയപ്പെട്ടതുകൊണ്ട് അവരവിടെ ഉപേക്ഷിച്ച് പോയതാണ്, അതായത് വിജയിച്ച ട്രോയ് നഗരത്തിലേക്ക് അവർ ഉപേക്ഷിച്ച് പോയതാണെന്ന് വിശ്വസിച്ചു. ഹൈ ഓൺ വിക്ടറി, ദ ട്രോജൻസ് ബ്രോട്ട് ദ വുഡൻ ഹൗസ് ഇൻസൈഡ് ദ സിറ്റി. അവർ ഈ വിജയാഹ്ലാദത്തിൽ ഈ വുഡൻ ഹൗസിനെ അവരുടെ സിറ്റിയിലേക്ക് കൊണ്ടുപോയി. അറ്റ് നൈറ്റ് വെൻ ഓൾ വർ അസ്ലീപ് ദ ഗ്രീക്ക് സോൾജിയേഴ്സ് കെയിം ഔട്ട് ഫ്രം ദ ഹൗസ്. അങ്ങനെ ആ രാത്രി ട്രോജൻസ് എല്ലാവരും, ആ പട്ടണത്തിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ വുഡൻ ഹൗസിൽ ഒളിച്ചിരുന്ന പട്ടാളക്കാരെല്ലാം, ഗ്രീക്ക് സോൾജിയേഴ്സ് എല്ലാം പുറത്തേക്ക് വന്നു. ദ ഗ്രീക്ക് ഷിപ്സ് വിച്ച് വർ ഹൈഡിങ് ഇൻ ദ സീ റഷ്ഡ് ടു ദ ട്രോയ്. ഈ കടലിൽ ഒളിച്ചിരുന്ന കപ്പലുകളെല്ലാം ട്രോയ് നഗരത്തിലേക്ക് ഇരച്ചു കയറി. ദ സിറ്റി ഓഫ് ട്രോയ് വാസ് ഡിസ്ട്രോയ്ഡ് കംപ്ലീറ്റ്ലി ബൈ മോർണിംഗ്. അങ്ങനെ അന്ന് പുലരുന്നതിന് മുന്നേ ട്രോയ് എന്നുള്ള നഗരം നാമാവശേഷമായി മാറി. ഇതാണ് ഈ ഒരു ഹിസ്റ്ററിയാണ് ഇലിയഡ് എന്നുള്ള ബുക്കിൽ എഴുതിയിട്ടുള്ളത്. അതിന് താഴെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. ക്രിയേറ്റ് വോൾ മാഗസിൻ വിത്ത് പിക്ചേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ഗ്രീക്സ് ഹു കോൺട്രിബ്യൂട്ടഡ് ടു ഹിസ്റ്ററി, ഫിലോസഫി ആൻഡ് ലിറ്ററേച്ചർ. ഹിസ്റ്ററി, ഫിലോസഫി, ലിറ്ററേച്ചർ തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം ഗ്രീക്കിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒരുപാടുണ്ട്. അത് വിവരിക്കുന്ന പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു വോൾ മാഗസിന് ഉണ്ടാക്കിയിട്ട്, ചുമർപത്രിക ഉണ്ടാക്കിയിട്ട് പ്രദർശിപ്പിക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. എഴുതാനായിട്ടൊന്നുമില്ല, പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ വോൾ മാഗസിൻ ഉണ്ടാക്കിയാൽ മതി. നെക്സ്റ്റ് പേർഷ്യൻ എംപയറിനെ കുറിച്ച് നോക്കാം. നമ്മളിപ്പോൾ ഗ്രീക്ക് എംപയർ ആണ് നോക്കിയിരുന്നത്. ഇനി നമുക്ക് പേർഷ്യൻ എംപയറിനെ കുറിച്ച് നോക്കാം. ഫ്രണ്ട്സ്, അവർ കൺട്രി ഇറാൻ ഹാസ് പേർഷ്യൻ കൾച്ചറൽ ഹെറിറ്റേജ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇറാനെ കുറിച്ച് പറയാനാണ് അല്ലേ. അപ്പോൾ ഇറാൻ അടങ്ങുന്നത് എവിടെയാണ്? പേർഷ്യൻ കൾച്ചറൽ ഹെറിറ്റേജിലാണ് അടങ്ങുന്ന ഒരു കൺട്രിയാണെന്ത് ഇറാന്. The Persian Empire was the most important empire that existed at that time. ആ സമയത്ത് നിലനിന്നിരുന്ന ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം എന്നുള്ളത്. The Persian Empire was a mixture of diverse cultures, languages and traditions as different geographical territories were part of this empire. വ്യത്യസ്ത തരത്തിലുള്ള ജിയോഗ്രഫിക്കൽ ടെറിട്ടറീസ് ഉള്ളത് കൊണ്ട് തന്നെ പേർഷ്യൻ സാമ്രാജ്യം വ്യത്യസ്ത ഡൈവേഴ്സ് ആയിട്ടുള്ള, അതായത് വിവിധ തരത്തിലുള്ള സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും ട്രഡീഷൻസിൻ്റെയും ഒക്കെ ഒരു മിക്സ്ചർ ആയിരുന്നു പേർഷ്യൻ എംപയർ എന്ന് പറയുന്നത്. പെർസപ്പോളിസ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദിസ് എംപയർ. ഈ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു, ക്യാപിറ്റൽ ആയിരുന്നു പെർസപ്പോളിസ്. യു ഹാവ് ലിസൺ ടു ജൊഹാൻസ് ഡിസ്ക്രിപ്ഷൻ ഹു represented Iran in the cultural exchange program. What are the ideas that we get from ജഹാൻസ് ഡിസ്ക്രിപ്ഷൻ? ഇത് ജഹാൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഇറാനെ കുറിച്ചുള്ള. ഇതിൽ നിന്ന് ഇറാനെ കുറിച്ചുള്ള എന്തൊക്കെ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടി? 1. Iran has Persian cultural heritage. 2. Different geographical territories were part of this empire. 3. Persepolis was the capital of this empire. The prominent rulers of the Persian Empire were Cyrus, Darius I and Xerxes. അപ്പോൾ പേർഷ്യൻ എംപയറിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളായിരുന്നു സൈറസും ഡേരിയസ് വണ്ണും പിന്നെ സെർക്സിസും. ഈ മൂന്ന് പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഫേമസ് ആയിട്ടുള്ള റൂളേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പേർഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ദ വാസ്റ്റ് എംപയർ വാസ് ഡിവൈഡഡ് ഇൻടു സെവറൽ സത്രപീസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. അപ്പോൾ ഭരണം സുഖപരമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വലിയ സാമ്രാജ്യത്തെ ഏതാനും സത്രപീസ് ആയിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ദീസ് സത്രബീസ് were under governors known as satraps. ഈ സത്രബികളെല്ലാം ഓരോ സത്രപ്സ് എന്നറിയപ്പെടുന്ന ഗവർണർമാരുടെ കീഴിലായിട്ടായിരുന്നു അവർ നോക്കിപ്പോന്നിരുന്നത്. ദീസ് സത്രപ്സ് എൻഫോഴ്സ്ഡ് ദ ലോസ് ആൻഡ് ടാക്സ് സിസ്റ്റം ഓഫ് ദ കിങ് ഇൻ ദ സത്രബീസ്. ഈ സത്രപ്സ് ആയിരുന്നു, അതായത് ഈ ഗവർണർമാരായിരുന്നു അവിടെയുള്ള ഓരോ സത്രബിയിലുള്ള നിയമങ്ങളും പിന്നെ ടാക്സ് നികുതികളുടെ കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് സൊറോസ്ട്രിയൻ ഫിലോസഫി എന്തായിരുന്നു എന്ന് നോക്കാം. ദ സൊറോസ്ട്രിയൻ ഫിലോസഫി ഒറിജിനേറ്റഡ് ഇൻ പേർഷ്യ. പേർഷ്യയിലാണ് സൊറോസ്ട്രിയൻ ഫിലോസഫി ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് മക്കളെ? ഫൗണ്ടഡ് ബൈ സൊറോസ്റ്റർ. സൊറോസ്റ്റർ എന്ന് പറയുന്ന ആളാണ് അത് തുടങ്ങിയിട്ടുള്ളത്. ബിലീവ്ഡ് ഇൻ വൺ ഗോഡ് കോൾഡ് അഹുരമസ്ദ. അഹുരമസ്ദ എന്ന് പറയുന്ന ഏകദൈവത്തിലായിരുന്നു ഈ ഈ ആളുകൾ വിശ്വസിച്ചിരുന്നത്. സിന്ദ് അവസ്ഥ വാസ് ദ റിലീജിയസ് ടെക്സ്റ്റ്. അവരുടെ മതഗ്രന്ഥമായിരുന്നു സെൻഡ് അവസ്ഥ. പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഓർഗനൈസ് എ ക്വിസ് ഓൺ ദ പേർഷ്യൻ എംപയർ ആൻഡ് ഇറ്റ്സ് കൾച്ചർ. പേർഷ്യൻ സാമ്രാജ്യത്തെയും അതിൻ്റെ കൾച്ചറിനെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതാനും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. Question 1. Who were the prominent rulers of the Persian Empire? Answer: Cyrus, Darius I, Xerxes. What was the official religion of the Persian Empire? Answer: Zoroastrianism. What was the Persian Empire divided into for administrative convenience? Answer: satrapies. Next question. What was the capital of the Persian Empire? Answer: Persepolis. Next, what was their god's name? Answer: Ahura Mazda. Next question. What was their religious text? Answer: Zend-Avesta. അടുത്തതായി നമുക്ക് റോമൻ എംപയറിനെ കുറിച്ച് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് എലീന. അപ്പോൾ എലീന എന്ന് പറയുന്ന കുട്ടിയാണ് റോമൻ എംപയറിനെ റെപ്രസെൻ്റ് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ. മൈ കൺട്രി ഇറ്റലി വാസ് പാർട്ട് ഓഫ് ദ റോമൻ എംപയർ. അപ്പോൾ ഇറ്റലിയെ കുറിച്ച് പറയാനാണ് എലീന എത്തിയിട്ടുള്ളത്. അതെന്താണ്? റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. The city of Rome is considered to be the birthplace of Western civilization. വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ബർത്ത് പ്ലേസ് എന്നാണ് റോം അറിയപ്പെടുന്നത്. ദ എക്സ്പ്രഷൻ ഓൾ റോഡ്സ് ലീഡ് ടു റോം ഇറ്റ്സെൽഫ് ഇൻഡിക്കേറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് എംപയർ. ഒരു പറച്ചിലുണ്ട്, എന്ത്? ഓൾ റോഡ്സ് ലീഡ് ടു റോം എന്നുള്ള വാക്യം അർത്ഥവത്താക്കുന്നതാണ് ഇത്. അതായത് എല്ലാ സിവിലൈസേഷനും റോമിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻ ദ ഏർലി ഡേയ്സ് റോം വാസ് എ മൊണാർക്കി. ആദ്യകാലങ്ങളിൽ റോം എന്തായിരുന്നു? മൊണാർക്കി ആയിരുന്നു, അതായത് അവിടെ രാജഭരണമായിരുന്നു നിലനിന്നിരുന്നത്. ഹവവർ, ഇൻ ദ കോഴ്സ് ഓഫ് ടൈം റിബലിയൻസ് അറോസ് അഗെയിൻസ്റ്റ് ദ റൂളേഴ്സ് who were not concerned about the people and the monarchy entered in the 6th century BCE. എന്നാൽ കാലക്രമേണ പ്രജാതൽപരരല്ലാത്ത രാജാക്കന്മാർക്കെതിരെ, അതായത് പ്രജകളെ ഹിംസിക്കുന്ന രാജാക്കന്മാർക്കെതിരെ അവിടെയുള്ള ജനങ്ങൾ വളർന്നു വരികയും രാജഭരണം 6ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് 6th സെഞ്ച്വറിയോട് കൂടിയിട്ട് അവസാനിക്കുകയും ചെയ്തു. Then a new system of government called the Republic came into existence in Rome. അതിനുശേഷം റിപ്പബ്ലിക് എന്ന് പറയുന്ന പുതിയൊരു ഗവൺമെൻറ് രൂപം കൊണ്ടു. The rise of the Republic was a major turning point in the history of ancient Rome. അപ്പോൾ ഏൻഷ്യൻ റോമിലെ അല്ലെങ്കിൽ പുരാതന റോമിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഈ റിപ്പബ്ലിക്കിൻ്റെ ഉദയം. Now, note down the information got from Elena's description of ancient Rome. റോമിനെ കുറിച്ചുള്ള എന്തൊക്കെ വിവരങ്ങളാണ് എലിനയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിച്ചത് എന്ന് എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. Rome is considered the birthplace of Western civilization. Rome was a monarchy. In the 6th century BCE, the monarchy ended and a new system of government called the Republic came into existence in Rome. The rise of the Republic was a major turning point in the history of ancient Rome. In the Roman Republic, instead of a king, governance was entrusted to elect officials known as councils. ഈ റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിൽ രാജാവിന് പകരം തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ എന്ന് അറിയപ്പെടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്കായിരുന്നു ഭരണ ചുമതല നൽകിയിരുന്നത്. In 1st century BCE, Julius Caesar, who held the office of consul, entered the republican system and assumed power as a dictator. ഒന്നാം നൂറ്റാണ്ടിൽ ജൂലിയസ് സീസർ ആയിരുന്നു അന്നത്തെ കൗൺസിലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു?
പരമമായിട്ടുള്ള അധികാരം പിടിച്ചെടുക്കുകയും റിപ്പബ്ലിക്കൻ സിസ്റ്റം അവസാനിപ്പിച്ച് ഏകാധിപതിയായിട്ട് ഭരണം നടത്തുകയും ചെയ്തു. ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് അഗസ്റ്റസ് ദാറ്റ് ദ റോമൻ റിപ്പബ്ലിക് ട്രാൻസിഷൻഡ് കംപ്ലീറ്റ്ലി ഇൻ ടു റോമൻ എംപയർ. പിന്നീട് അഗസ്റ്റസിൻ്റെ കാലത്താണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായിട്ടും റോമൻ സാമ്രാജ്യമായി മാറിയത്. വിത്ത് ദിസ് ദ എംപറർ ബിക്കം ദ സുപ്രീം റൂളർ. ഇതോടെ ചക്രവർത്തി പരമോന്നത അധികാരിയായിട്ട് മാറുകയാണ് ചെയ്തത്. ഇനി നമുക്ക് റോമൻ എംപയറിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പഠിക്കാം. ദ റോമൻ എംപയർ വാസ് എ വാസ്റ്റ് എംപയർ ദാറ്റ് സ്പ്രെഡ് അക്രോസ് യൂറോപ്പ്, നോർത്ത് ആഫ്രിക്ക ആൻഡ് വെസ്റ്റേൺ ഏഷ്യ. യൂറോപ്പിലും നോർത്ത് ആഫ്രിക്കയിലും വെസ്റ്റേൺ ഏഷ്യയിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു സാമ്രാജ്യമായിരുന്നു റോമൻ എംപയർ. ദ റോമൻ എംപറേഴ്സ് വർ നോൺ ആസ് പ്രിൻസെപ്പ് ദ ഫസ്റ്റ് സിറ്റിസൺ. റോമൻ എംപറേഴ്സ് അറിയപ്പെട്ടിരുന്നത് പ്രിൻസെപ്പ് എന്നായിരുന്നു. ദ സിസ്റ്റം ഓഫ് ഗവേണൻസ് ലെഡ് ബൈ ദ പ്രിൻസെപ്പ് വാസ് കോൾഡ് ദ പ്രിൻസിപ്പേറ്റ്. അപ്പോൾ ഇവർ നയിച്ച ഈ ഗവൺമെൻറ് പ്രിൻസിപ്പേറ്റ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അഗസ്റ്റസ് എസ്റ്റാബ്ലിഷ്ഡ് ദ പ്രിൻസിപ്പേറ്റ് ഗവേണിംഗ് സിസ്റ്റം. അഗസ്റ്റസ് ആണ് ഈ പ്രിൻസിപ്പേറ്റ് ഗവേണിംഗ് സിസ്റ്റം കൊണ്ടുവന്നത്. ദർ വാസ് എ സ്ട്രോങ് ആർമി ദാറ്റ് ഡിഡ് സർവീസ് ഫോർ റെഗുലർ വേജസ്. അപ്പോൾ അവരുടെ റോമൻ ഭരണകാലത്ത് നല്ലൊരു ശക്തമായിട്ടുള്ള സൈന്യം ഉണ്ടായിരുന്നു. അവർ ഡെയിലി വേജസിനായിരുന്നു, അതായത് ദിവസവേതനം കൈപ്പറ്റിയായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത്. കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് റോം. നെക്സ്റ്റ് റോമിൻ്റെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ്, അതായത് സാംസ്കാരിക സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Contributions of Rome remain in areas such as language, literature, art and urban planning. ഭാഷ, സാഹിത്യം, കല, നഗരാസൂത്രണം തുടങ്ങിയ എല്ലാ മേഖലകളിലും റോമിൻ്റെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് കാണാം. The aqueducts, which are arched canals built to supply water, and vast and open venue called Colosseum are the cultural contributions of Rome. ജലവിതരണത്തിനായി നിർമ്മിക്കപ്പെടുന്ന കനാലുകൾ, അതായത് കമാനാകൃതിയിലുള്ള കനാലുകളും കൊളോസിയവും പിന്നെ അതുപോലെ അക്യുഡക്ട്സും ഒക്കെ റോമൻ സാമ്രാജ്യത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആയിട്ട് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. നമുക്കിവിടെ അക്യുഡക്റ്റിൻ്റെയും കൊളോസിയത്തിൻ്റെയും പിക്ചർ തന്നിട്ടുണ്ട്. കണ്ടോ, ഫിഗർ 2.3 ഫിഗർ 2.4. അതിന് താഴെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മേക്ക് എ നോട്ട് ഓൺ ദ ഡിഫറെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ റോം. റോമിൽ നിലനിന്നിരുന്ന വ്യത്യസ്ത അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെക്കുറിച്ച്, ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റോം വാസ് എ മൊണാർക്കി. ആദ്യം റോം ഒരു പ്രഭു ഭരണമുള്ള ഒരു സാമ്രാജ്യമായിരുന്നു. ഇൻ ദ 6th century BCE the monarchy ended and a new system of government called the republic came into existence in Rome. In the Roman Republic, instead of a king, governance was entrusted to elected officials known as consuls. In 1st century BCE, Julius Caesar, who held the office of consul, entered the republican system and assumed power as dictator. During the reign of Augustus, that the Roman Republic transitioned completely into Roman Empire. With this, the emperor became the supreme ruler. സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഇനി ഇന്ത്യയിലെ സ്റ്റേറ്റ് ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വിവാൻ റെപ്രസെൻറ്റഡ് ഇന്ത്യ ഇൻ ദ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം. ലെറ്റ്സ് ലിസൺ ടു വിവാൻസ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ വിവാനാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് വിവാൻ എന്താ പറയുന്നതെന്ന് നോക്കാം. ഹലോ, ഐ ആം വിവാൻ റെപ്രസെൻറ്റിംഗ് ഇന്ത്യ ഇൻ ദിസ് പ്രോഗ്രാം. യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദ ഹരപ്പൻ സിവിലൈസേഷൻ that flourished along the Indus River and its tributaries. അപ്പോൾ ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ മക്കളെ. ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ദ ഹരപ്പൻ സിവിലൈസേഷൻ, ദ ആര്യൻ സെറ്റിൽഡ് ഇൻ ദ സപ്ത സിന്ധു റീജിയൻ, ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇൻഡസ് സബ് കോണ്ടിനെൻറ്റ് അറൗണ്ട് 1500 BCE. അപ്പോൾ ഹരപ്പൻ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഹരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ചയോട് കൂടിയിട്ട് BCE 1500 സപ്ത സിന്ധു റീജിയനിൽ, സിന്ധു നദീതടത്തിൽ ആര്യൻസ്, അതായത് ആര്യവംശം എന്നൊക്കെ കേട്ടിട്ടില്ലേ മക്കളെ, ആര്യൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി, സെറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങി. വി ഗെറ്റ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദം ഫ്രം ദ വേദാസ് റിട്ടൺ ഡ്യൂറിങ് ദിസ് പീരീഡ്. ആ പീരീഡിൽ, ആ കാലഘട്ടത്തിൽ രചിച്ചിരുന്ന വേദങ്ങളിൽ നിന്നാണ് ആര്യന്മാരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ദ പീരിയഡ് വെൻ വേദാസ് വർ റിട്ടൺ ഈസ് റെഫേർഡ് ടു ആസ് ദ വേദിക് ഏജ്. ഇങ്ങനെ വേദങ്ങളൊക്കെ രചിക്കപ്പെട്ട ഈ കാലഘട്ടത്തെ വേദിക് ഏജ് എന്നാണ് അറിയപ്പെടുന്നത്. Later, the Aryans migrated from the Sapta Sindhu region to the banks of the Gangas and its tributaries.
അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം സിന്ധു നദീതീരത്തിൽ നിന്നും അവർ എന്ത് ചെയ്തു, ആര്യൻസ് ഗംഗാ നദീതീരത്തിലേക്കും അതിൻ്റെ പോഷക നദികളുടെ തീരങ്ങളിലേക്കൊക്കെ മാറി താമസിക്കാനായിട്ട് തുടങ്ങി. ദ ഡിസ്കവറി ആൻഡ് യൂസ് ഓഫ് അയൺ ലെഡ് ടു ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ. അങ്ങനെ ആണ് ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തം വന്നത്. അങ്ങനെ ഇരിക്കെ ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തം അവരെ കച്ചവടത്തിൻ്റെയും കൃഷിയുടെയും ഒക്കെ വിപുലീകരണത്തിന് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ, വർധനവിന് അവരെ സഹായിച്ചു. സർപ്ലസ് പ്രൊഡക്ഷൻ ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ടു ട്രേഡ് സെൻറ്റേഴ്സ്. അന്നത്തെ കാലത്തെ മിച്ചോൽപാദനം കച്ചവട കേന്ദ്രങ്ങളുടെ ഉത്ഭവത്തിന് വഴിതെളിച്ചു. ദീസ് ട്രേഡ് സെൻറ്റേഴ്സ് ലേറ്റർ ഇവോൾവ്ഡ് ഇൻ ടു ഏർബൻ സെൻറ്റേഴ്സ്. ഈ ട്രേഡ് സെൻറ്റേഴ്സ് ആണ് പിന്നീട് നഗരങ്ങളായിട്ട് മാറിയത്. ജനപദാസ് ഫോംഡ് സെൻറ്റേർഡ് അറൗണ്ട് ദിസ് ഏർബൻ സെൻറ്റേഴ്സ്. ഈ ഏർബൻ സെൻറ്റേഴ്സിന് ചുറ്റിലുമായി ജനപദങ്ങൾ രൂപപ്പെടാനായിട്ട് തുടങ്ങി. എന്താണ് ജനപദങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. Based on Vivan's description, identify the historical pathways that indicate the growth of Janapadas and complete the worksheet given below. അപ്പോൾ വിവാൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ജനപദങ്ങളിലേക്ക്, അതായത് ആദ്യത്തെ കാലത്ത് നിന്നും ജനപദങ്ങളിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു വർക്ക്ഷീറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, ഇതാണ് കേട്ടോ വർക്ക്ഷീറ്റ്. ഡിസ്കവറി ആൻഡ് യൂസ് ഓഫ് അയൺ, സർപ്ലസ് പ്രൊഡക്ഷൻ, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ, ട്രേഡ് സെൻറ്റേഴ്സ്, ഏർബൻ സെൻറ്റേഴ്സ്, ജനപദാസ്. ഫ്രം ജനപദാസ് ടു മഹാജനപദാസ്. ഇനി ജനപദങ്ങളിൽ നിന്നും മഹാജനപദങ്ങളിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. യു ഹാവ് സീൻ ദാറ്റ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ ജനപദാസ് എമർജ്ഡ് അറൗണ്ട് ഏർബൻ സെൻറ്റേഴ്സ്. ഫെർട്ടൈൽ റിവർ ബാങ്ക്സ് ആൻഡ് അബൻഡൻറ്റ് ഫോറസ്റ്റ് മെയ്ഡ് സർട്ടൻ ജനപദാസ് മോർ പവർഫുൾ. അപ്പോൾ നമ്മൾ പുരാതന ഇന്ത്യയിൽ ജനപദങ്ങൾ രൂപപ്പെട്ടത് പഠിച്ചു അല്ലേ. അപ്പോൾ ഇവർ താമസിക്കുന്ന ഏരിയയിലുള്ള നദീതീരങ്ങളിലെ ഫെർട്ടൈൽ ആയിട്ടുള്ള നദീതീരങ്ങൾ, അതായത് വളക്കൂറുള്ള മണ്ണും പിന്നെ അതുപോലെ കാടിൻ്റെ പ്രസൻസും ഒക്കെ ചില ജനപദങ്ങളെ ശക്തരാക്കി മാറ്റി. ദ സ്ട്രോങ്കർ ജനപദാസ് വിച്ച് കോൺകേർഡ് നെയ്ബറിംഗ് ജനപദാസ് ഇവോൾവ്ഡ് ഇൻ ടു മഹാജനപദാസ്. ഇങ്ങനെ ശക്തരായിട്ടുള്ള ജനപദങ്ങൾ എന്ത് ചെയ്തു, അവരുടെ തൊട്ടടുത്തുള്ള മറ്റ് ജനപദങ്ങളെ കോൺകർ ചെയ്ത് കീഴടക്കി. അവർ യുദ്ധം വെട്ടിയിട്ട് അവരുടെ വറുതിയിലേക്ക് കീഴടക്കി കൊണ്ടുവന്നു. ഇങ്ങനെ രൂപപ്പെട്ട ജനപദങ്ങളെയാണ് മഹാജനപദാസ് എന്ന് വിളിക്കുന്നത്. ദിസ് പീരിയഡ് ഓഫ് മഹാജനപദാസ് ഈസ് നോൺ ആസ് ദ സെക്കൻഡ് urbanization in India. ഈ മഹാജനപദങ്ങളുടെ ഈ പീരിയഡിനെയാണ് നമ്മൾ സെക്കൻഡ് urbanization ഓഫ് ഇന്ത്യ അഥവാ രണ്ടാം നഗരവൽക്കരണം എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ജനപദങ്ങളും എന്താണ് 16 മഹാജനപദാസും എന്ന് നമുക്ക് നോക്കാം. ജനപദ മീൻസ് ദ ലാൻഡ് where people reside. ജനപദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ താമസിക്കുന്ന ഏരിയ എന്നാണ്. People who established agricultural field and residential zones in resources rich areas started to settle there. അപ്പം കാർഷിക വൃത്തിയുള്ള ഏരിയകളിലൊക്കെ അവർ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, അവിടെ സെറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങി, അതായത് അവിടെ താമസിക്കാനായിട്ട് തുടങ്ങി. ദിസ് ഈസ് ഹൗ ജനപദാസ് വർ ഫോംഡ്. അങ്ങനെയാണ് ജനപദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇനി 16 മഹാജനപദാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. മഹാജനപദങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടല്ലോ. ഇനി അന്നത്തെ കാലത്ത് ഏൻഷ്യൻ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കംബോജ, ഗാന്ധാര, മഗധ, അംഗ, വജ്ജി, മല്ല, കാശി, വത്സ, കോശല, ചേതി, പഞ്ചല, അശ്മക, അവന്തി, ശൂരസേന, കുരു ആൻഡ് മത്സ്യ were the 16 മഹാജനപദാസ്. മഗധ റോസ് ടു പ്രൊമിനൻസ്. ഇനി ജനപദങ്ങളിൽ 16 മഹാജനപദാസിൽ ഏറ്റവും ശക്തി ആർജിച്ചത് അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തി ആർജിച്ചത് ആരായിരുന്നു? മഗധ എന്ന് പറയുന്ന മഹാജനപദയായിരുന്നു. In the 6th century BCE, among the 16 Mahajanapadas, Magadha became a prominent force. Observe map 2.2 and find out Magadha's location. നിങ്ങളോട് മാപ്പ് 2.2 നോക്കിയിട്ട് മഗധ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാ നോക്കിക്കേ മക്കളെ, ഇവിടെ മഗധയുടെ പൊസിഷൻ, അവരുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഈ മാപ്പിൽ തന്നിട്ടുണ്ട് കേട്ടോ. Let's examine the factors that helped Magadha's emergence as a prominent Mahajanapad. ഈ മഗധയെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള മഹാജനപദയായി മാറാനും സഹായിച്ചിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, പവർഫുൾ റൂളേഴ്സ് ആൻഡ് സ്ട്രോങ് മിലിറ്ററി. അതായത് ശക്തമായിട്ടുള്ള ഭരണാധികാരികളും പിന്നെ ശക്തമായിട്ടുള്ള ഒരു മിലിറ്ററി സർവീസും അവർക്കുണ്ടായിരുന്നു. അതായത് പട്ടാള സംവിധാനവും അവർക്കുണ്ടായിരുന്നു. ഫെർട്ടിലിറ്റി റിസൾട്ടിങ് ഫ്രം പ്രോക്സിമിറ്റി ടു ദ ഗംഗാസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അപ്പോൾ ഗംഗാ നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും തീരത്തായിരുന്നതിനാൽ കൂടുതൽ ഫലഭൂയിഷ്ഠമായ മണ്ണായിരുന്നു അവിടുത്തേത്. അതുകൊണ്ട് തന്നെ അതും മഗധയുടെ ഗ്രോത്തിൻ്റെ ഒരു ഫാക്ടറാണ്.
ദെൻ മൂന്നാമത്തെ എന്താണ്? പ്രസൻസ് ഓഫ് അയൺ ഓർ മാനുഫാക്ചർ ആൻഡ് യൂസ് ഓഫ് അയൺ വെപ്പൺസ് ആൻഡ് ടൂൾസ്. അയണിൻ്റെയും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെയും പിന്നെ ഇരുമ്പിൻ്റെ ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും ഒക്കെ എന്താണ് ഉപയോഗങ്ങൾ. പിന്നെ പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്, കൃഷിയുടെയും കച്ചവടത്തിൻ്റെയും കൂടുതൽ ആയിട്ടുള്ള പുരോഗമനം. പിന്നെ ഇതെല്ലാം മഗധയുടെ ഗ്രോത്തിന് സഹായിച്ചു. ഇനീഷ്യലി രാജഗൃഹ, ദാറ്റ് മീൻസ് രാജഗിർ ഇൻ ബീഹാർ, ആൻഡ് ലേറ്റർ പതാലിപുത്ര, ദാറ്റ് മീൻസ് ടുഡേസ് പത്ന, സെർവ്ഡ് ആസ് ദ ക്യാപിറ്റൽസ് ഓഫ് മഗധ. ഇത് രണ്ടുമായിരുന്നു മഗധയുടെ ക്യാപിറ്റൽസ് ആയിട്ട് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രൊമിനന്റ് റൂളേഴ്സ് ഓഫ് മഗധ നോക്കാം. മഗധയിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആയിരുന്നു ബിംബിസാര, അജാതശത്രു, മഹാപത്മനന്ദ, ധനനന്ദ എന്നിവർ. നെക്സ്റ്റ് മൗര്യ കിങ്ഡത്തെ കുറിച്ച് നോക്കാം. ഇൻ 321 BCE, ചന്ദ്രഗുപ്ത മൗര്യ ഡിഫീറ്റഡ് ധനനന്ദ, ദ റൂളർ ഓഫ് മഗധ, ആൻഡ് ക്യാപ്ചേർഡ് പവർ. BCE 321 മൗര്യ രാജവംശത്തിലെ ചന്ദ്രഗുപ്ത മൗര്യ എന്ത് ചെയ്തു? ധനനന്ദയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മഗധ സാമ്രാജ്യം കീഴടക്കി. It was Chandragupta Maurya who established the Maurya kingdom by annexing nearby regions to Magadha. ഈ ചന്ദ്രഗുപ്ത മൗര്യയായിരുന്നു മഗധയിലേക്ക് മറ്റു ചില പ്രദേശങ്ങൾ കൂടെ കൂട്ടിയെടുത്തിട്ട് നമ്മുടെ മൗര്യ കിങ്ഡം വളർത്തിയെടുത്തത്. ഇറ്റ് വാസ് കൗഡില്യ, ഓൾസോ നോൺ ആസ് ചാണക്യ, ഹിസ് മിനിസ്റ്റർ, who helped Chandragupta Maurya to transform Magadha into an expansive kingdom and in establishing an efficient administrative system. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യയെ ഇതിനു വേണ്ടിയിട്ട്, അതായത് മഗധയെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് എക്സ്പാൻസീവ് കിങ്ഡം ആക്കാൻ വേണ്ടിയിട്ടും, പിന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അതായത് ഭരണ സംവിധാനങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനും വേണ്ടിയിട്ട് അദ്ദേഹത്തെ സഹായിച്ചിരുന്നത് ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ കൗഡില്യ അഥവാ ചാണക്യ എന്നുകൂടെ അറിയപ്പെടുന്ന കൗഡില്യയായിരുന്നു അദ്ദേഹത്തെ സഹായിച്ചിരുന്നത്. അശോക, the eminent Mauryan ruler, expanded the kingdom further by conquering regions like Kashmir and Kalinga. പിന്നീട് മൗര്യ സാമ്രാജ്യത്തിലെ ഒരു റൂളറായിരുന്ന അശോക ചക്രവർത്തിയാണ് കൂടുതൽ രാജ്യങ്ങൾ പിടിച്ചെടുത്തത്. അതായത് കാശ്മീരും കലിംഗയും ഒക്കെ പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? മൗര്യ സാമ്രാജ്യം കുറച്ചുകൂടെ വളർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്കവിടെ മൗര്യ കിങ്ഡം നമ്മളുടെ ഇന്ത്യയിൽ എവിടേക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ എത്രത്തോളം എക്സ്പാൻഡ് ചെയ്ത് കിടന്നിരുന്നു എന്നുള്ള ഒരു മാപ്പ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. കണ്ടോ, നമ്മളുടെ ഇന്ത്യയുടെ ഏകദേശം പകുതി മുക്കാലിലേറെ ഭാഗവും മൗര്യ കിങ്ഡത്തിന്റെ അധീനതയിലായിരുന്നു, അല്ലെങ്കിൽ അവരായിരുന്നു റൂൾ ചെയ്തു പോന്നിരുന്നത്. കൗഡില്യാസ് അർത്ഥശാസ്ത്ര. ഇനി കൗഡില്യന്റെ അർത്ഥശാസ്ത്ര എന്താണെന്ന് നോക്കാം. വി ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മൗര്യ കിങ്ഡം ഫ്രം അർത്ഥശാസ്ത്ര റിട്ടൺ ബൈ കൗഡില്യ. മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് കൗഡില്യ എഴുതിയിട്ടുള്ള അർത്ഥശാസ്ത്ര എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ്. ദിസ് വർക്ക് ഡിസ്ക്രൈബ്സ് ഹൗ എ കിങ് ഷുഡ് ഗവേൺ ആൻഡ് എക്സ്പാൻഡ് ഹിസ് കിങ്ഡം. ഒരു രാജാവ് എങ്ങനെ അദ്ദേഹത്തിന്റെ കിങ്ഡം വളർത്തിയെടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. ഇറ്റ് ഓഫേഴ്സ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻസ് ഓൺ പ്രൊട്ടക്ടിംഗ് the state from invasion, collecting taxes and so on. അതുകൂടാതെ രാജ്യത്തെ പല ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ടതെങ്ങനെ, പിന്നെ നികുതി ഈടാക്കേണ്ടതെങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിൽ പറയുന്നുണ്ട്. ഇനി നമുക്കതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ മഗധ വിച്ച് വാസ് ആസ് മഹാജനപദ ഗ്രൂ ഇൻ ടു പവർഫുൾ മൗര്യ കിങ്ഡം. മഹാജനപദയായിരുന്ന മഗധ അതിൽ നിന്നും മൗര്യ കിങ്ഡത്തിലെ പവർഫുൾ ആയിട്ടുള്ള മൗര്യ കിങ്ഡത്തിലേക്ക് വളർന്നു വന്നതിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്ക് നോക്കാം. ഇൻ 321 BCE, Chandragupta Maurya defeated Dhanananda, the ruler of Magadha, and captured power. It was Chandragupta Maurya who established the Maurya kingdom by annexing nearby regions to Magadha. It was Kaudilya, also known as Chanakya, his minister, who helped Chandragupta Maurya to transform Magadha into an expansive kingdom and establish an efficient administrative system. Ashoka, the eminent Mauryan ruler, expanded the kingdom further by conquering regions like Kashmir and Kalinga.
ഫിലോസഫീസ് ഓഫ് ഏൻഷ്യൻ ഇന്ത്യ. ഇനി പുരാതന ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഫിലോസഫികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വി ഹാവ് സീൻ ദറ്റ് സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ ആൻഷ്യൻ ഇന്ത്യ. നൗ ലെറ്റ് us become familiar with some philosophies that emerged during this period. അപ്പോൾ നമ്മൾ ഒരു ആൻഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് ഫോർമേഷൻ എങ്ങനെയൊക്കെയായിരുന്നു എന്ന് കണ്ടു അല്ലേ. അപ്പോൾ അക്കാലഘട്ടത്തിൽ കുറച്ച് ഫിലോസഫീസും അല്ലെങ്കിൽ ഫിലോസഫിക്കൽ തിയറീസും നമ്മളുടെ ആൻഷ്യൻ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെയാണ് ജൈനിസം. ജൈനിസം വാസ് എ ഫിലോസഫി ദാറ്റ് എമേർജ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ 6th century BCE. അപ്പോൾ BCE 6ാം നൂറ്റാണ്ടിലാണ് ജൈനിസം ഇന്ത്യയിൽ ഉടലെടുത്തത്. ഇറ്റ് വാസ് പ്രൊപ്പഗേറ്റഡ് ബൈ വർദ്ധമാന മഹാവീര. വർദ്ധമാന മഹാവീരയാണ് അത് എന്ത് ചെയ്തത്, ഈ ഒരു ചിന്താഗതിയെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഈ ഒരു ഫിലോസഫിയെ കൊണ്ടുവന്നത്. ഹി വാസ് ദ 24th ത്രിതങ്കര ഓഫ് ജൈനിസം. He is also known as Jina, meaning the conqueror of worldly desires. അദ്ദേഹത്തെ ജീന എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ആ വേർഡിന്റെ അർത്ഥം എന്താണ്? ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. നെക്സ്റ്റ് നമുക്ക് ഐഡിയൽസ് ഓഫ് ജൈനിസം നോക്കാം. ജൈനിസത്തിന്റെ ആശയങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നിട്ടോ. ഓൾ തിങ്സ് ഹാവ് ലൈഫ്. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. നോ ലിവിങ് തിങ്സ് ഷുഡ് ബി ഹാംഡ്. ദാറ്റ് മീൻസ് അഹിംസ. ജീവനുള്ള ഒരു വസ്തുക്കളെയും ഹിംസിക്കരുത് അല്ലെങ്കിൽ ആക്രമിച്ച് കീഴടക്കരുത് അല്ലെങ്കിൽ ആക്രമിക്കരുത്, ഉപദ്രവിക്കരുത്. ഡു നോട്ട് സ്റ്റീൽ, ഡു നോട്ട് ലൈ. മോഷ്ടിക്കരുത്, കളവ് പറയരുത്. പ്രാക്ടീസ് റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ. സത്യമായിട്ടുള്ള വിശ്വാസം, സത്യമായിട്ടുള്ള വിവരം, സത്യമായിട്ടുള്ള പ്രവൃത്തി എന്നിവ വേണം. അതായിരുന്നു ഈ 3 ത്രിരത്ന എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഫിലോസഫി ബുദ്ധിസമാണ്. ബുദ്ധിസം വാസ് അനദർ മേജർ ഫിലോസഫി ദാറ്റ് എമേർജ്ഡ് ഇൻ ആൻഷ്യൻ ഇന്ത്യ. ജൈനിസം പോലെ തന്നെ ആൻഷ്യൻ ഇന്ത്യയിൽ ഉടലെടുത്ത മറ്റൊരു ഫിലോസഫിക്കൽ തിയറി ആയിരുന്നു ബുദ്ധിസം. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ഗൗതമ ബുദ്ധ. ഗൗതമ ബുദ്ധയാണ് ഇത് കൊണ്ടുവന്നത്. ഹിസ് ഒറിജിനൽ നെയിം വാസ് സിദ്ധാർത്ഥ. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് സിദ്ധാർത്ഥ എന്നായിരുന്നു. ആഫ്റ്റർ അറ്റൈനിങ് എൻലൈറ്റ്മെന്റ് അറ്റ് ബോധഗയ ഇൻ ബീഹാർ, ഹി കെയിം ടു ബി നോൺ ആസ് ഗൗതമ ബുദ്ധ. ബീഹാറിലെ ബോധ്ഗയയിൽ വെച്ചിട്ട് ആണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുള്ളത്, ജ്ഞാനോദയം കിട്ടിയിട്ടുള്ളത്. അപ്പം അതിനുശേഷമാണ് അദ്ദേഹം ഗൗതമ ബുദ്ധ എന്ന് അറിയപ്പെട്ടത്. ഇവിടെ ഐഡിയൽസ് ഓഫ് ബുദ്ധിസം, ബുദ്ധിസത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഡു നോട്ട് ഹാം അതേഴ്സ്. മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. ഡു നോട്ട് ലൈ. കളവ് പറയരുത്. ബി ഓണസ്റ്റ്. സത്യസന്ധനായിരിക്കണം. ഡു നോട്ട് കവറ്റ് അതേഴ്സ് വെൽത്ത്. മറ്റുള്ളവരുടെ സ്വത്തിൽ മോഹിക്കരുത് അല്ലെങ്കിൽ ആഗ്രഹം തോന്നരുത്. ഇതൊക്കെയായിരുന്നു ബുദ്ധിസത്തിന്റെ ആശയങ്ങൾ. ഈ 2 ഫിലോസഫിക്കൽ തിയറി കൂടാതെ നെക്സ്റ്റ് ഒരു ഫിലോസഫിക്കൽ തിയറിയാണ് ചാർവക ഫിലോസഫി എന്നുള്ളത്. അനദർ ഫിലോസഫി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ വാസ് ചാർവക ഫിലോസഫി. ഇറ്റ് വാസ് ഓൾസോ നോൺ ആസ് ലോകയാത. ലോകയാത എന്നുകൂടെ ഈ ഫിലോസഫി അറിയപ്പെട്ടിരുന്നു. ചാവക ഫിലോസഫി ഗേവ് ഇമ്പോർട്ടൻസ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് എൻക്വയറി റേദർ ദാൻ ദാറ്റ് ഓഫ് ബിലീഫ്. അപ്പോൾ വിശ്വാസം എന്നതിലേറെ ഈ ഫിലോസഫി പ്രാധാന്യം കൊടുത്തിരുന്നത് അന്വേഷണങ്ങൾക്കായിരുന്നു. അന്വേഷണങ്ങൾക്ക് അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ ആയിരുന്നു ഇത് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഫ്രം ദ 6th century BCE onwards, new perspectives began to form in all domains of human life across the world. അപ്പോൾ 6th century BCE ആയ സമയമായപ്പോഴേക്കും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ മേഖലകളിലുമായിട്ട് ഒരുപാട് പുരോഗതി പ്രാപിച്ചു വന്നിട്ടുണ്ട്. ഇൻ ദിസ് ലെസൺ വി ഡിസ്കസ്ഡ് ദ പൊളിറ്റിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ ഡെവലപ്മെന്റ്സ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. അപ്പോൾ ഈ പീരീഡിൽ ഉണ്ടായിട്ടുള്ള ഏൻഷ്യൻ ഇന്ത്യയിലും ഗ്രീസിലും ഇറ്റലിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള പൊളിറ്റിക്കലും പിന്നെ ഫിലോസഫിക്കലും നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലൊക്കെയുള്ള ഡിഫറൻസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. We have also become familiar with the changes that happen in the fields such as state formation, administrative systems and cultural advancement. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലും അഗ്രികൾച്ചറൽ മേഖലയിലും പിന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള മേഖലയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള പിന്നെ സ്റ്റേറ്റ് ഫോർമേഷൻ, ഒരുപാട് സ്റ്റേറ്റ് ഫോർമേഷൻസും ജൻപദാസും മഹാജൻപദാസും ഒക്കെ ഉണ്ടായത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഇൻ ദ ഫോളോയിങ് ലെസൺ വി വിൽ ഫർദർ എക്സ്പ്ലോർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് യൂണിക് ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ്. അപ്പോൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നമുക്ക് ഓരോ സ്റ്റേറ്റിന്റെ ഫോർമേഷൻ, വേറെ ചില ഫോർമേഷൻസും അല്ലെങ്കിൽ പ്രത്യേകതകളും പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ സ്പെഷ്യാലിറ്റീസും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. 6ാം ക്ലാസ്സിലെ മറ്റ് ചാപ്റ്റേഴ്സുമായിട്ട് നമ്മൾ വൈകാതെ വരുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ
നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്